എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹക്കോസ് കർട്ടൺ അക്കാദമിയുടെ പുതിയൊരു ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ബിൽക്കിസ് ബാനോ കേസിൽ സുപ്രീം കോടതിയുടെ ഒരു പ്രധാന വിധി കഴിഞ്ഞ ദിവസം ഉണ്ടായി. 11 കുറ്റവാളികളെ വീണ്ടും തിരിച്ച് ജയിലിലേക്ക് അയക്കാനായിട്ട് സുപ്രീം കോടതി വിധിച്ചു. ഗുജറാത്ത് സർക്കാരും പോലീസും എല്ലാം കൂടെ ചേർന്ന് നടത്തിയ കള്ളക്കളിയാണ് ഇവരെ രക്ഷപ്പെടാൻ കാരണമായതെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒരു കള്ളക്കളി, ഇരട്ടത്താപ്പ് നമുക്ക് ഒന്ന് കാണാതിരുന്നു. നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ തൊട്ടും കൺമുന്നിലാണ് ഈ വാളയാർ കേസും അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ കേസിലൊക്കെ വിധിയുണ്ടായത്. ഇവര് പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് അവരൊക്കെ നിരപരാധികളാണെന്നും പറഞ്ഞ് വെറുതെ വിട്ടിരിക്കുകയാണ്. പോലീസ് ഒത്തുകളിച്ചതിന്റെ കാര്യം കോടതി വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ സമൂഹം ഇങ്ങനെ അപരാധികൾ, അതായത് പ്രതികൾ രക്ഷപ്പെടുമ്പോൾ സന്തോഷിക്കുന്നതിന് പുറമെ എല്ലാ കേസിലും ഈ ഒരു ഇത് ബാധകമാക്കണം. നമ്മൾ ഒരു കേസ് മാത്രം കണ്ടുകൊണ്ട് നമ്മൾ സ്ത്രീകൾക്ക് മുഴുവൻ നീതി കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കുട്ടികൾക്ക് നീതി കിട്ടാതെ നമ്മൾ മിൽക്കി ബാനു കേസിന്റെ മെറിറ്റും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ട്. നമുക്ക് ഈ ഒരു കേസിനെ കുറിച്ച് നമുക്കിതിനൊരു കാർട്ടൂൺ വരയ്ക്കാം. കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ് ബിൽക്കിസ് ബാനോ കേസിൽ 11 കുറ്റവാളികളെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുവരാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഗുജറാത്തിലെ ഭരണകക്ഷിയുമായിട്ടുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ട് രക്ഷപ്പെട്ടവരാണ് ഈ കേസിലെ ഈ ബലാത്സംഗ കേസിലെ പ്രതികൾ. എന്നാൽ ഈ മിൽക്കീസ് ബാനു കൊലക്കേസിന് മാത്രം മതിയോ നീതി? നമ്മുടെ കേരളത്തിലുണ്ടായ മറ്റ് വാളയാർ കേസിലോ അങ്ങനെയുള്ള കേസുകളിലൊന്നും ഈ നീതി എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല? ഭരണകക്ഷി, നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ വണ്ടിപ്പെരിയാർ കേസിന്റെ വിധി പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് കോടതി പറഞ്ഞതിന്റെ കഥ നമുക്കറിയാം. അതായത് പോലീസ് ശരിക്കും, രാഷ്ട്രീയക്കാരും പോലീസും ഈ പ്രതികളും കൂടെ ഒത്തുകളിച്ചാണ് തോറ്റുകൊടുത്തതെന്ന് കോടതി വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഈ ബിൽക്കിസ് ബാനു കേസും കൊണ്ട് തലവെച്ചുകൊണ്ട് നടക്കുവാണ്. അവര് കോടതി പുതിയ നിയമം ഉത്തരവ് പുറപ്പെടുവിച്ചെന്നും പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വാളയാർ കേസിലെ കുട്ടികൾക്ക് ഇപ്പോഴെങ്കിലും നീതി കിട്ടിയോ? ഇതുവരെ നീതി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അവർ അതിനൊക്കെ കൊടപിടിക്കുന്നവരാണ് ഇവിടെ മിൽക്കി ബാനോ കേസും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കാർട്ടൂൺ നമുക്ക് വരച്ചു നോക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. പത്രക്കാരെല്ലാം ഭയങ്കര സപ്ലിമെന്റ് വരെ ഇറക്കിയാണ് ഈ വിധി ആഘോഷിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ തൊട്ട് കൺമുന്നിലുള്ള ഒരു കേസിന്റെ ഇപ്രകാരം കേസിനെ കുഴിച്ചു മൂടിയിട്ട് അവര് പ്രതികൾ രക്ഷപ്പെട്ടിട്ട് ആരും ഒരു മൈൻഡും ചെയ്യുന്നില്ല. ഇതേക്കുറിച്ചാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഇത് ആദ്യം ഇതിന്റെ റഫ് ഒന്നിടാം. നമുക്ക് ഇത് ഞാൻ വരയ്ക്കുന്നത് നീതിദേവതയാണ്. നീതിദേവത നമ്മൾ പല കാർട്ടൂണിലും നീതിദേവതയെ വരച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഈ കണ്ണ് മൂടിക്കെട്ടിയ നീതിദേവയുടെ പ്രതിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലെ ഒരു നീതിദേവതയല്ല. ഇത് നമ്മുടെ ശരിക്കും ഇന്ത്യൻ നീതിദേവതയാണ്. അതായത് സാരിയൊക്കെ കൊടുത്ത നീതിദേവത. സാധാരണഗതിയിൽ ഇതൊരു വെസ്റ്റേൺ ഡ്രസ്സാണ് സാധാരണ നീതിദേവതയ്ക്ക് നമ്മൾ കണ്ടുവരുന്നത്. ഇതങ്ങനത്തെ അല്ല. ഒരു നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലെ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇവിടെ സാരി മടക്കി ഇവിടെ എളിയിൽ തിരികിയിരിക്കുന്ന ഒരു രൂപമാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പം ഈ മിൽക്കി ബാനുവിന് നീതി കിട്ടി എന്നാണ് നമ്മുടെ നീതി ദേവത മിൽക്കി ബാനുവിന് നീതി കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കാണ് നീതി കിട്ടാത്തത്. അപ്പം ഈ നീതി ദേവതയുടെ കയ്യിലെ വാളാണിത്. മറ്റേ ഇവർക്ക് മിൽക്കി ബാനുവിന് നീതിയും കൊടുത്തിട്ട് നീതി ദേവത പോവുകയാണ്. ഈ മിൽക്കി ബാനുവിന്റെ നീതി നടപ്പാക്കിയിട്ട് നീതി ദേവത ചടുതിയിൽ നടന്ന് മുന്നോട്ട് നീങ്ങുവാണ്. അപ്പം ഇനി നമുക്ക് അടുത്തൊരു ക്യാരക്ടറും കൂടെ വരയ്ക്കാം. മറ്റേ ക്യാരക്ടർ ഇതാണ്. പിന്നെ ഇതിന്റെ ഇവിടെ നമ്മളിപ്പോ പറഞ്ഞ ഈ നമ്മുടെ ചുറ്റുപാട് നടന്ന ബലാത്സംഗത്തിന്റെ മരണത്തിന്റെ അതിങ്ങനെ നമുക്കിവിടെ വരയ്ക്കാം. അപ്പൊ ഇത് ആദ്യം നടന്ന കേസ് ഇതാണ്. വാളയാറിലെ പിന്നെ 2 കുട്ടികളാണ്. ഇത് വണ്ടിപ്പെരിയാർ. ഇതിനകത്ത് രണ്ടിനകത്തെയും പ്രതികള് പിന്നെ ഈ 2 കേസുകളിലെയും പ്രതികള് ഇടതുപക്ഷ പ്രവർത്തകരായിരുന്നു. അവരൊക്കെ രക്ഷപ്പെട്ടു. അവരെയൊക്കെ രക്ഷപ്പെടുത്തിയതാണ് നിയമത്തിന്റെ ഈ ഇതിനകത്ത് രക്ഷപ്പെടുത്തി കൊടുത്തതാണ്. അപ്പൊ ഈ പാവപ്പെട്ട പെണ്ണ് പറയാണ്, നമ്മുടെ ഈ നീതി ദേവതയോട് പറയാണ് നമ്മുടെ ഇതിനും കൂടെ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പം അതിന്റെ റഫ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഇങ്കിങ് നമുക്ക് കാണാം. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. മിൽക്കി ബാനു കേസിന്റെ നീതി നടപ്പാക്കിയിട്ട് നമ്മുടെ നീതി ദേവത
നടന്ന് നീങ്ങുകയാണ്. അപ്പോഴാണ് ആ കുട്ടി ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത്. എല്ലാവർക്കും കാർട്ടൂൺ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ഇന്നത്തെ ഈ ഡെമോൺസ്ട്രേഷൻ ഇവിടെ പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.